കെബി, ഇനി നമുക്കൊന്ന് കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. ഈ ക്രിസ്മസ് ബമ്പറുമായി ബന്ധപ്പെട്ടൊരു വാർത്ത, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ക്രിസ്മസ് പുതുവത്സര ബമ്പറിൽ അവകാശ തർക്കം മുറുകുകയാണ്. സമ്മാനത്തുക നൽകുന്നത് ഹൈക്കോടതി തടഞ്ഞതോടുകൂടി തർക്കം നിയമവഴിയിലായി. പിറവം പാഴൂർ സ്വദേശിയായ റിട്ടയർഡ് ASI കെ സജിമോനാണ് പരാതിയുമായി രംഗത്ത് എത്തിയത്. ടിക്കറ്റ് നഷ്ടമായി എന്ന് കാണിച്ച് പോലീസിലും പരാതി നൽകിയിരുന്നു. നിഷ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഷ, ഈ ബമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്, സമ്മാനത്തുക തർക്കമാണ്, അത് ചെറിയൊരു തുകയുമല്ല. എങ്ങനെയാണ് ഇപ്പോൾ അവകാശ തർക്കം, ഏത് രീതിയിലാണ് പോകുന്നത്? രാഖി, കഴിഞ്ഞ ജനുവരി 24 നറുക്കെടുത്ത ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റിലാണ് ഇപ്പോൾ അവകാശ തർക്കവുമായി ഒരാൾ എത്തിയിരിക്കുന്നത്. പിറവം പാഴൂർ സ്വദേശിയായ കെ സജിമോൻ, ഇയാളൊരു റിട്ടയർഡ് ASI ആണ്. ഇദ്ദേഹമാണ് ഈ ബമ്പർ അടിച്ച ടിക്കറ്റ് തൻ്റേതാണ് എന്നുള്ള ഒരു അവകാശവാദവുമായി പോലീസിനെയും കോടതിയെയും ഒക്കെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ സജിമോൻ നൽകിയ പരാതി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഇത് പരിഗണിച്ച ശേഷം സജിമോൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ ടിക്കറ്റ് കണ്ടെത്തുന്നത് വരെ, അല്ലെങ്കിൽ ഈ ടിക്കറ്റ് താനാണ് എടുത്തത് എന്ന് തെളിയിക്കുന്നത് വരെ ഇതിൻ്റെ സമ്മാനത്തുക വിതരണം ചെയ്യരുത് എന്നാണ്. സമ്മാനത്തുക വിതരണം ചെയ്യുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് സജിമോൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്തായാലും ഈ സമ്മാനത്തുക നൽകുന്നത് തടയണമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫ് ഇന്നലെ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സജിമോൻ പറയുന്നതനുസരിച്ച് താൻ ഈ ടിക്കറ്റ് എടുത്തിരുന്നു. അപ്പോൾ ഈ സജിമോൻ ഒരു ട്രാവലർ സർവീസ് നടത്തുന്ന ആളാണ്. ഈ ശബരിമല മണ്ഡലകാലത്ത് സജിമോൻ്റെ ഈ ട്രാവലറിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ അയ്യപ്പ ഭക്തർ യാത്ര ചെയ്തിരുന്നു. ഇവർ ആ ട്രാവലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നെയ്പാത്രം അവിടെ മറന്നു വെച്ചു. പിന്നീട് സജിമോനെ ഇവർ ഇത് വിളിച്ചറിയിച്ചു. സജിമോൻ ഈ നെയ്പാത്രം കൊറിയർ ചെയ്തു. ഈ നെയ്പാത്രം കൊറിയർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ നെയ്പാത്രത്തിനടിയിലാണ് താൻ ഈ ടിക്കറ്റ് സൂക്ഷിച്ചിരുന്നത്. ആ നെയ്പാത്രം കൊറിയർ ചെയ്യുന്ന സമയത്ത് ഈ ടിക്കറ്റ് നഷ്ടമായി എന്നാണ് സജിമോൻ പറയുന്നത്. എന്തായാലും ഈ ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് ഈ നെയ്പാത്രം മാത്രമാണ് ലഭിച്ചത്. ഈ ടിക്കറ്റ് കൊറിയർ സ്ഥാപനത്തിൽ നഷ്ടമായെന്നാണ് സജിമോൻ ഇപ്പോഴും പറയുന്നത്. എന്തായാലും ഈ സമ്മാനം ലഭിച്ച ആൾ ലോട്ടറി വകുപ്പിനെ ഈ ടിക്കറ്റ് തിരുവനന്തപുരത്തെ ലോട്ടറി ഓഫീസിൽ ഈ ടിക്കറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി ഇത് തെളിയുന്നത് വരെ, ടിക്കറ്റ് ആരുടേതാണെന്ന് തെളിയുന്നത് വരെ ഈ സമ്മാനത്തുക വിതരണം ചെയ്യരുത് എന്നായിരുന്നു സജിമോൻ്റെ ആവശ്യം. കോടതി ഇത് പരിഗണിച്ചിട്ടുണ്ട്. കോടതി ഈ കേസ് വീണ്ടും ഈ മാസം 27-ന് പരിഗണിക്കും. രാഖി, അതിനെയാണ് വലിയ സമ്മാനത്തുകയാണ്, കോടികളാണ്. അതിനു വേണ്ടിയുള്ള പല അവകാശവാദങ്ങൾ ഉണ്ടായി. ഇനി സജിമോൻ പറയുന്നതിൽ വാസ്തവം ഉണ്ടോ അല്ലെ കളവ് പറയുകയാണോ ഒന്നും നമുക്കറിയില്ല. അത് കോടതി തീരുമാനിക്കട്ടെ അല്ലേ? അതെ, തീർച്ചയായും.